നമസ്കാരം, ലേണേഴ്സ് അക്കാദമിയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ ബാക്കി ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ബാക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ അടുത്തതായിട്ട് പഠിക്കാനുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഉത്തരായനവും ദക്ഷിണായനവുമാണ്. എന്താണ് ഉത്തരായനം, അതുപോലെ എന്താണ് ദക്ഷിണായനം എന്നാണ്. നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കുമ്പോഴും ടേം അത് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഉത്തരായനം ദക്ഷിണായനം എന്താണെന്നുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിളായ ടോപ്പിക്കാണ് ഉത്തരായനം എന്താണ് ദക്ഷിണായനം എന്താണെന്നുള്ളത്. ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ മൂവ്മെൻറ്റിനെ അഥവാ സൂര്യൻ്റെ അയനത്തെ വിളിക്കുന്ന പേരാണ് ഉത്തരായനം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ വിളിക്കുന്ന പേരാണ് ഉത്തരായനം എന്ന് പറയുന്നത്. അതുപോലെ ഉത്തരായന രേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ വിളിക്കുന്ന പേരാണ് ദക്ഷിണായനം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളായ രണ്ട് ടോപ്പിക്കാണ്, അല്ലെ രണ്ട് സിമ്പിൾ കോൺസെപ്റ്റാണ്. ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ലോക്കൽ ടൈം എന്താണെന്നാണ്. അഥവാ പ്രാദേശിക സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്കൽ ടൈം അഥവാ പ്രാദേശിക സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാദേശിക സമയം എന്ന് പറഞ്ഞാൽ പണ്ട് കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് കാലഘട്ടത്തിൽ ക്ലോക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെഷേഴ്സോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പണ്ട് കാലഘട്ടത്തിൽ നമ്മൾ സമയം നിർണ്ണയിച്ചിരുന്നത് പ്രധാനമായും സൂര്യൻ്റെ പൊസിഷൻ നോക്കിയിട്ടായിരുന്നു. സൂര്യൻ്റെ പൊസിഷനും അതുപോലെ നിഴലും നോക്കിയിട്ടാണ് സമയം നിർണ്ണയിച്ചത്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ മുതിർന്ന ആളുകളോടൊക്കെ ചോദിച്ചാൽ അവർ സൂര്യനെ നോക്കിയിട്ട് സമയം പറയും. സൂര്യനെ നോക്കിയിട്ട് കറക്റ്റ് ഇപ്പോൾ ഏതാ സമയം എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നിഴലിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് നിഴൽ ഇപ്പോൾ എങ്ങോട്ടാണ്, മുമ്പോട്ടാണെങ്കിൽ ഒരു സമയം, ബാക്കോട്ടാണെങ്കിൽ വേറെ സമയം, സൈഡിലേക്കാണെങ്കിൽ വേറെ സമയം. അപ്പോൾ ഈ രീതിയിൽ നിഴൽ നോക്കിയിട്ട് സമയം പറയാറുണ്ട്. അപ്പോൾ ഇതേപോലെ ലോക്കൽ ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യൻ്റെ പൊസിഷൻ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സമയം നിർണ്ണയിക്കുക. ഇതിനെ പറയുന്ന പേരാണെന്ത്? ലോക്കൽ ടൈം അഥവാ പ്രാദേശിക സമയം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സൂര്യൻ നമ്മുടെ തലയ്ക്ക് നേർമുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് നട്ടുച്ചയാണ്, 12 മണിയാണെന്നുള്ള കോൺസെപ്റ്റ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഉത്തരായനം പറഞ്ഞു, ദക്ഷിണായനം പറഞ്ഞു, ലോക്കൽ ടൈം പറഞ്ഞു. ഉത്തരായനം എന്ന് പറഞ്ഞാൽ ദക്ഷിണായന രേഖയിൽ നിന്ന് അഥവാ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്കുള്ള സൂര്യന്റെ മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ദക്ഷിണായനം എന്ന് പറയുന്നത്. ഉത്തരായനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് അഥവാ ഉത്തരായന രേഖയിൽ നിന്നും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് അഥവാ ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യന്റെ മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ദക്ഷിണായനം എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞു ലോക്കൽ ടൈം എന്താണെന്ന് പറഞ്ഞു. ലോക്കൽ ടൈം എന്ന് വെച്ചാൽ സൂര്യന്റെ പൊസിഷനും അതുപോലെ നിഴലിന്റെ പൊസിഷനും നോക്കിയിട്ട് നമ്മൾ സമയം നിർണ്ണയിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ലോക്കൽ ടൈം അഥവാ പ്രാദേശിക സമയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്ന കോൺസെപ്റ്റ് ആണ് എന്താണ് പ്രൈം മെറിഡിയൻ അഥവാ ഗ്രീൻവിച്ച് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രീൻവിച്ച് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കട്ടോ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗ്രീൻവിച്ച് രേഖയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ആകെ 360 ഡിഗ്രിയാണ്. നിങ്ങൾക്ക് അറിയാം, ഭൂമിയുടെ ആകെ നമ്മൾ പറയുന്നത് കോണളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ് നമുക്കറിയാം. ഈ ഭൂമിയുടെ സെൻട്രലിലൂടെയുള്ള ഈ ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് 0 ഡിഗ്രി രേഖാംശ രേഖ അഥവാ 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. 0 ഡിഗ്രി രേഖാംശ രേഖ അഥവാ 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ സാധനം അല്ലെങ്കിൽ ഇതിനെ ആസ്പദമാക്കി അഥവാ ഈ രേഖയെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗ്രീൻവിച്ച് രേഖ എന്ന് വിളിക്കും. എന്താ വിളിക്കുന്നത്? ഗ്രീൻവിച്ച് രേഖ എന്ന് വിളിക്കും. ഗ്രീൻവിച്ച് രേഖ എന്ന് വിളിക്കാനുള്ള കാരണം ഇംഗ്ലണ്ടിലെ ഗ്രീൻവിച്ചിലൂടെ കടന്നു പോകുന്നതിനാലാണ് ആ രേഖയെ ഗ്രീൻവിച്ച് രേഖ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, പിന്നെ മനസ്സിലാക്കുക, ഗ്രീൻവിച്ച് രേഖയുടെ ഈസ്റ്റേൺ സൈഡിലേക്ക് അഥവാ കിഴക്ക് ഭാഗത്തേക്ക് പോകും സമയം കൂടിക്കൊണ്ടേയിരിക്കും. സമയം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടേയിരിക്കും. അതുപോലെ വെസ്റ്റേൺ സൈഡിലേക്ക് പോകും തോറും സമയം കുറഞ്ഞുകൊണ്ടിരിക്കും. എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട സംഗതി എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ നമ്മൾ 2 കോൺസെപ്റ്റാണ് പഠിക്കുന്നത്. അതിൽ ആദ്യം പഠിച്ച കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമായ കാലാവസ്ഥകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കിയത്, അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു സൂര്യൻ്റെ പൊസിഷൻ കാരണം അതുപോലെ തന്നെ ടിൽറ്റ് ഓഫ് ദി ആക്സിസ് കാരണമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യസ്തമായ കാലാവസ്ഥകൾ ഉണ്ടാകുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാക്കുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത സമയം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് വ്യത്യസ്ത സമയങ്ങൾ ഓരോ രാജ്യത്തും കാണാൻ സാധിക്കുന്നത്? ഇപ്പോൾ ഇന്ത്യയിൽ 9 മണിയാണെന്നുണ്ടെങ്കിൽ അതേ സമയം ചിലപ്പോൾ സൗദി അറേബ്യയിൽ ചിലപ്പോൾ 11 മണിയോ 12 മണിയോ ആയിരിക്കാം. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സമയത്തിന് വേരിയേഷൻ ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ അതേ സമയം ബ്രസീലിലെ സമയം ചിലപ്പോൾ 5 AM അല്ലെങ്കിൽ 4 AM ആയിരിക്കാം. എന്തുകൊണ്ട് ഇങ്ങനെ സമയത്തിന് വ്യത്യാസം ഉണ്ടാകുന്നു? ആ ഒരു കോൺസെപ്റ്റാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ കോൺസെപ്റ്റിന്റെ വളരെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ലോകത്ത് സമയം നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നതെന്ന് പറയുന്നതിൽ എന്തിനടിസ്ഥാനമാണ്
അടിസ്ഥാനമാക്കിയാണ്? നമ്മുടെ ഗ്രീൻവിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ്. എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? ഗ്രീൻവിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ്. ഗ്രീൻവിച്ച് രേഖയിൽ നിന്നും ഈസ്റ്റേൺ സൈഡിലേക്ക് കിഴക്ക് ഭാഗത്തേക്ക് പോകുന്തോറും സമയം കൂടിക്കൊണ്ടേയിരിക്കും. അതുപോലെ പടിഞ്ഞാറ് ഭാഗത്തേക്കാണെന്നുണ്ടെങ്കിൽ സമയം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സമയം കൂടുന്നതിൻ്റെയും കുറയുന്നതിൻ്റെയും അളവ് എങ്ങനെയാണെന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഭൂമി എന്ന് പറയുന്ന ആകെ 360 ഡിഗ്രി 360 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ് ഭൂമിയുടെ കോണളവ് എന്ന് പറയുന്നത്. 360 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം അതിൽ കുറേ മാത്തമാറ്റിക്കൽ ഇല്ലുസ്ട്രേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ വളരെ സിമ്പിളായി മനസ്സിലാക്കുക. ഒരു ഡിഗ്രി തിരിയുമ്പോൾ 4 മിനിറ്റ് ആണ് വേരിയേഷൻ ഉണ്ടാകുന്നത്. എത്ര മിനിറ്റ് ആണ്? 4 മിനിറ്റ് ആണ് വേരിയേഷൻ ഉണ്ടാവുന്നത് മനസ്സിലാക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടുത്തെ സമയം അഥവാ ഗ്രീൻവിച്ച് രേഖയിലെ സമയം 9 AM ആണെന്നുണ്ടെങ്കിൽ അടുത്ത ഡിഗ്രി അഥവാ അടുത്ത ഒരു ഡിഗ്രിയിലെ സമയം എത്രയായിരിക്കും എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 9:04 ആയിരിക്കും. അടുത്ത രണ്ടാമത്തെ ഡിഗ്രിയിലെ സമയം എത്രയായിരിക്കും എന്ന് വെച്ചാൽ 9:08 ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡിഗ്രി കഴിയും തോറും 4 മിനിറ്റ് വ്യത്യാസം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാറിക്കൊണ്ടേയിരിക്കും. എങ്ങോട്ട്? ഈസ്റ്റിലേക്കാണെങ്കിൽ കൂടിക്കൊണ്ടേയിരിക്കും, വെസ്റ്റിലേക്കാണെങ്കിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. ഇപ്പൊ 15 ഡിഗ്രി ഈസ്റ്റിലുള്ള സ്ഥലത്തെ സമയം എന്തായിരിക്കും? ഒരു ക്വസ്റ്റ്യൻ വരികയാണ് നിങ്ങളോട്. ഗ്രീൻവിച്ച് രേഖയിലെ സമയം എന്ന് പറയുന്നത് 9 AM ആണ്. ഗ്രീൻവിച്ച് രേഖയിലെ സമയം 9 AM ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 15 ഡിഗ്രി ഈസ്റ്റിലെ സമയം എന്തായിരിക്കും അല്ലെങ്കിൽ എത്രയായിരിക്കും എന്ന് ക്വസ്റ്റ്യൻ വരികയാണ്. നമുക്ക് വളരെ സിമ്പിളായി മനസ്സിലാക്കാം. ഒരു ഡിഗ്രി തിരിയുമ്പോൾ എത്ര മിനിറ്റ് മാറി? 4 മിനിറ്റ്. 2 ഡിഗ്രി തിരിയുമ്പോൾ എത്ര മിനിറ്റ് മാറും? 8 മിനിറ്റ് അല്ലെ? 3 ഡിഗ്രി തിരിയുമ്പോൾ 12 മിനിറ്റ്. 4 ഡിഗ്രി മാറുമ്പോൾ 16 മിനിറ്റ്. അങ്ങനെ മാറി അവസാനം 15 ഡിഗ്രി തിരിയുമ്പോൾ എത്ര മണിക്കൂർ എത്ര വ്യത്യാസം ഉണ്ടാവും? 1 hour ഡിഫറൻറ്റ് ഉണ്ടാവും അല്ലേ? ഇപ്പൊ സിമ്പിളായി പറഞ്ഞാൽ 9 AM ആണ് ഗ്രീൻവിച്ചിലെ സമയമെങ്കിൽ 15 ഡിഗ്രി ഈസ്റ്റിലെ സമയം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 9+1 അഥവാ 10 AM ആയിരിക്കും. എത്രയായിരിക്കും? 9+1 10 AM ആയിരിക്കും. അതേസമയം നിങ്ങളോട് ചോദിക്കുകയാണ് ഗ്രീൻവിച്ച് രേഖയിലെ സമയം 9 AM ആണെന്നുണ്ടെങ്കിൽ 15 ഡിഗ്രി വെസ്റ്റിലെ സമയം എത്രയായിരിക്കും? 15 ഡിഗ്രി വെസ്റ്റിലെ സമയം എത്രയായിരിക്കും? നമുക്കറിയാം 1 hour ഡിഫറൻസ് ആണുള്ളത്. പക്ഷേ ഈസ്റ്റിലോട്ട് പോകുന്തോറും സമയം കൂടുകയും വെസ്റ്റിലേക്ക് പോകുന്തോറും സമയം കുറയുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 9 AM അതോ 9 - 1 എത്രയാ? 8 AM ആയിരിക്കും 15 ഡിഗ്രി വെസ്റ്റിലുള്ള രാജ്യത്തെ അല്ലെങ്കിൽ സ്ഥലത്തെ സമയം എന്ന് പറയുന്നത്. ഇതാണ് ഗ്രീൻവിച്ച് രേഖയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഗ്രീൻവിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്തെല്ലാം സമയം നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രീൻവിച്ച് രേഖയെ നമ്മൾ പ്രൈം മെറിഡിയൻ അഥവാ പ്രൈം മെറിഡിയൻ എന്നുള്ള പേരിലും ഇതിനറിയപ്പെടുന്നുണ്ട്. ഗ്രീൻവിച്ച് രേഖയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോൺസെപ്റ്റും കൂടെ മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? യെസ്. പിന്നെ ഗ്രീൻവിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ലോകത്ത് 24 സമയമേഖലകളാക്കി 24 ടൈം സോണുകളായി തിരിച്ചിട്ടുണ്ട്. ഓരോ മണിക്കൂർ ഇടപെട്ടിട്ടുള്ള 24 ടൈം സോണുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ചിട്ടുണ്ട് എന്നുള്ള കോൺസെപ്റ്റും കൂടെ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? യെസ്. പിന്നെ മനസ്സിലാക്കേണ്ട വേറെ ഒരു ബേസിക് ആയ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്കാണ് ഭൂമി റൊട്ടേഷൻ നടക്കുന്നത്. അഥവാ വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്കാണ് ഭൂമിയുടെ റൊട്ടേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സൺറൈസ് അഥവാ സൂര്യോദയം കാണാനായിട്ട് സാധിക്കുക എപ്പോഴാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്താണെന്ന് വെച്ചാൽ ഈസ്റ്റേൺ സൈഡിലാണ് സൂര്യോദയം കാണാനായിട്ട് സാധിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ബേസിക്കായ ഡീറ്റെയിൽ ആണെങ്കിൽ ബേസിക്കായ തിങ് ആണ്. ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കാൻ ഭൂമിക്ക് ആകെ വേണ്ട സമയം എന്ന് പറയുന്നത് 24 hours ആണ്. 24 മണിക്കൂറാണെന്നുള്ള കോൺസെപ്റ്റ് കൂടെ മനസ്സിലാക്കുക. ഇതാണ് ഇതിൻ്റെ ബേസിക്കായ കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു മാത്തമാറ്റിക്കൽ ഇല്ലുസ്ട്രേഷൻ തന്നു കഴിഞ്ഞാൽ മാത്തമാറ്റിക്കലായിട്ട് പറഞ്ഞാൽ കാര്യം മനസ്സിലാവും നിങ്ങൾക്ക്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്രീൻവിച്ച് രേഖയിലെ സമയം 6 AM ആണ്. ഗ്രീൻവിച്ച് രേഖയിലെ സമയം 6 AM ആണെന്ന് വിചാരിക്കുക. GMTയിലെ സമയം ഗ്രീൻവിച്ച് രേഖയിലെ സമയം 6 AM. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 45 ഡിഗ്രി ഈസ്റ്റിലെ സമയം എത്രയായിരിക്കും? 45 ഡിഗ്രി ഈസ്റ്റിലെ സമയം എത്രയായിരിക്കും എന്നുള്ളൊരു മാത്തമാറ്റിക്സ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. 6 AM ആണെങ്കിൽ 45 ഡിഗ്രി ഈസ്റ്റിലെ സമയം എത്രയായിരിക്കും? നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം അല്ലേ? ഒരു ഡിഗ്രി തിരിയുമ്പോൾ എത്ര മിനിറ്റാണ് മാറുന്നത്? 4 മിനിറ്റ് മാറുന്നു. അങ്ങനെയാണെങ്കിൽ 45 × 4 അല്ലേ? നമുക്ക് ഇൻറ്റു ചെയ്യാം. 5 × 4 20, 4 × 4 16, 2 18 അല്ലേ? ഇതിപ്പോൾ എന്താണ്? 180 എന്താണ്? മിനിറ്റാണ്. 4 എന്ന് പറയുന്ന മിനിറ്റായിരുന്നു. അപ്പോൾ 180 എന്ന് പറയുന്നത് എന്താണ്? മിനിറ്റാണ്. അപ്പോൾ 180 മിനിറ്റാണ്. അപ്പോൾ 180 മിനിറ്റിനെ നമ്മൾ എന്തിലേക്ക് മാറ്റുക? ഹവറിലേക്ക് മാറ്റുക അല്ലേ? 180 / 60 എന്ന് നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും?
3 കിട്ടും അല്ലേ, 3 കിട്ടും. അപ്പോൾ 3 hours ആണ് ഡിഫറൻറ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മളോട് പിന്നെ ചോദിച്ചത് എങ്ങോട്ടേക്കാണെന്നാണ്, ഈസ്റ്റിലേക്കാണോ വെസ്റ്റിലേക്കാണോ എന്ന് ക്വസ്റ്റ്യൻ നോക്കുക. എങ്ങോട്ടാണ്? ഈസ്റ്റിലാണ്. 45 ഡിഗ്രി ഈസ്റ്റിലെ സമയമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ 45 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുമ്പോൾ സമയം എന്ത് ചെയ്യും? കൂടും. അപ്പോൾ നമുക്ക് ആദ്യം സമയം എത്രയാണ്? 6 AM ആണ്. അപ്പോൾ 6 AM കൂടെ നമ്മൾ എത്ര കൂട്ടും? എത്ര കിട്ടിയേ? 3 കിട്ടിയില്ലേ. ഇപ്പം 3 കൂട്ടും. അപ്പം 9 AM ആയിരിക്കും എവിടുത്തെ സമയം? ഈസ്റ്റിൽ 45 ഡിഗ്രിയിലെ സമയം. ക്ലിയർ അല്ലേ? അതേ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ നേരെ എന്ത് ചെയ്യാണ്? വെസ്റ്റിലേക്ക് നോക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എത്രയാണ് ആൻസർ? 3 തന്നെയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ അല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ട സമയം 6 മണിയാണ്. അപ്പോൾ 6 കൂട്ടണമാണോ ചെയ്യുക? 6ൻ്റെ കൂടെ പ്ലസ് ചെയ്യാണോ ചെയ്യുക? അല്ല, പകരം എന്ത് ചെയ്യും? നമ്മൾ മൈനസ് ചെയ്യും. 6ൽ നിന്നും 3 എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. അപ്പോൾ എത്രയായിരിക്കും? 3 AM ആയിരിക്കും. എന്ന് വെച്ചാൽ ഗ്രീൻവിച്ച് രേഖയിലെ സമയം 6 AM ആകുന്ന സമയത്ത് 45 ഡിഗ്രി ഈസ്റ്റിൽ എത്രയായിരിക്കും? 9 AM 45 ഡിഗ്രി വെസ്റ്റിൽ 3 AM ആയിരിക്കും സമയം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക്കായ ഫാക്ടർ എന്ന് പറയുന്നത്, ഒരു ബേസിക്കായ തിങ് എന്ന് പറയുന്ന ഈ സാധനമാണ്. ഓക്കെ, അപ്പോൾ ഓരോ ഡിഗ്രി തിരിയുമ്പോഴും 4 മിനിറ്റിലാണ് വ്യത്യാസം ഉണ്ടായിരിക്കുക. പിന്നെ ഭൂമിയുടെ ആകെ നമ്മൾ കോണളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഈ സാധനത്തിൽ, ഈ കോൺസെപ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്റ്റാൻഡേർഡ് ടൈമാണ്. എന്താണ് സ്റ്റാൻഡേർഡ് ടൈം എന്നാണ് മനസ്സിലാക്കണം. അതിനു മുമ്പ് നമ്മൾ വേറൊരു കാര്യം പഠിക്കാനുണ്ട്. നമ്മുടെ ഭൂമധ്യരേഖയിൽ നിന്നും 5.5 മണിക്കൂർ ഡിഫറൻ്റ് ആണ് ഇന്ത്യൻ സമയം എന്ന് പറയുന്നത് കേട്ടോ. സോറി, നമ്മുടെ ഗ്രീൻവിച്ച് രേഖയിൽ നിന്നും 5.5 മണിക്കൂർ ഡിഫറൻ്റ് ആണ് ഇന്ത്യൻ സമയം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോണിലൊക്കെ സമയം നോക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും GMT 5:30 hours എന്ന് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ ഗ്രീൻവിച്ച് മെറിഡിയൻ ടൈം, അഥവാ ഗ്രീൻവിച്ച് രേഖയേക്കാൾ 5.5 മണിക്കൂർ കൂടുതലാണ് ഇന്ത്യൻ സമയം എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ഈസ്റ്റേൺ സൈഡിലുള്ള ഒരു രാജ്യമാണ്, അഥവാ കിഴക്ക് ഭാഗത്തുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ സമയത്തേക്കാൾ 5.5 മണിക്കൂർ കൂടുതലാണ് ഇവിടുത്തെ സമയം, ഇന്ത്യൻ സമയം എന്ന് പറയുന്നത്. വെച്ചാൽ ഇവിടെ 6 മണിയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സമയം എത്രയായിരിക്കും? 11:30 ആയിരിക്കും. എന്ന് വെച്ചാൽ ഗ്രീൻവിച്ച് രേഖയേക്കാൾ 5.5 മണിക്കൂർ കൂടുതലാണ് ഇന്ത്യൻ സമയം. അപ്പോൾ GMT 5:30 hours ആണ്, 5.5 മണിക്കൂറാണെന്ന് കൂടെ മനസ്സിലാക്കുക. അടുത്താണ് സ്റ്റാൻഡേർഡ് ടൈം. എന്താണ് സ്റ്റാൻഡേർഡ് ടൈം എന്താണെന്നുള്ള കോൺസെപ്റ്റാണ് മനസ്സിലാക്കാനുള്ളത്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു രാജ്യത്തിൻ്റെ രേഖാംശയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആ രാജ്യത്തെ സമയം നമ്മൾ നിർണ്ണയിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഒരു രാജ്യത്തെ രേഖാംശ രേഖയെ അഥവാ ലോങ്ങിറ്റ്യൂഡിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ആ രാജ്യത്തിൻ്റെ സമയം നിർണ്ണയിക്കുന്നത്. പക്ഷേ ചില രാജ്യങ്ങളിൽ ചിലപ്പോൾ ഒന്നിലധികം രേഖാംശ രേഖകൾ അഥവാ ലോങ്ങിറ്റ്യൂഡ് കടന്നു പോകുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള രാജ്യങ്ങളിൽ എങ്ങനെയാണ് സമയം നിർണ്ണയിക്കുന്നതെന്ന് വെച്ചാൽ വലിയ രാജ്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഇന്ത്യ പോലെയുള്ള അല്ലെങ്കിൽ റഷ്യ പോലെയുള്ള കാനഡ പോലെയുള്ള വലിയ വലിയ രാജ്യങ്ങളിൽ സമയം നിർണ്ണയിക്കുക പ്രയാസമായിരിക്കും. കാരണം അതിലൂടെ ഒറ്റ രേഖാംശ രേഖയല്ല കടന്നു പോകുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വസ്തു, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ 6 AM ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മുടെ ഗ്രീൻവിച്ച് രേഖയിലെ സമയം എന്ന് പറയുന്നത് 6 AM ആണ്. അപ്പോൾ ഇപ്പുറത്ത് 45 ഡിഗ്രി ഈസ്റ്റിലുള്ള രാജ്യത്തിലെ സമയം എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എത്രയായിരിക്കും സമയം. 6ൻ്റെ കൂടെ നമ്മൾ 3 കൂട്ടി 9 AM ആണെന്ന് പറയാം. പക്ഷെ അതേ സമയം തന്നെ ആ രാജ്യത്തിലൂടെ തന്നെ ആയിരിക്കാം എന്ത് കടന്നു പോകുന്നത്, 45 ഡിഗ്രിക്ക് പുറമെ 46 ഡിഗ്രിയുടെ ലൈനും 47 ഡിഗ്രിയിലെ ലൈനൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ ആ രാജ്യത്ത് തന്നെ ഇപ്പോൾ 46 ഡിഗ്രിയിലെ സ്ഥലത്ത് സമയത്തായിരിക്കും 9:04 ആയിരിക്കും അല്ലേ. ആ രാജ്യത്തെ 47 ഡിഗ്രിയിലെ സ്ഥലത്ത് സമയത്തായിരിക്കും 9:08 ആയിരിക്കും. അപ്പോൾ ആ ഒരു രാഷ്ട്രത്തിൽ തന്നെ ഓരോ പ്രദേശത്തും വ്യത്യസ്തമായ സമയം ആലോചിച്ച് നോക്കുക. ഒരു രാഷ്ട്രത്തിൽ 45 ഡിഗ്രി ഈസ്റ്റുള്ള ആ സ്ഥലത്ത് സമയം 9 AM, അപ്പുറം 46 ഡിഗ്രി ആകുമ്പോൾ 9:04, പിന്നെ 9:08. അപ്പോൾ ഒരു രാഷ്ട്രത്തിൽ തന്നെ വ്യത്യസ്തമായ സമയം കാണാൻ പറ്റും. അപ്പോൾ ഇത് ഭയങ്കര പ്രശ്നമാവും. കാരണം ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് കാരണം ഉണ്ടാക്കും. കാരണം നമ്മൾ ഒരു കോമ്പിറ്റൻസി എക്സാമുകൾ എഴുതുമ്പോഴോ അല്ലെങ്കിൽ റെയിൽവേ ടൈമോ ഒക്കെ നോക്കുന്ന സമയത്ത് ഇതിലെന്തുണ്ടാവും, വലിയ ഒരു എഫക്റ്റ് ഉണ്ടാവും. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ ഈ കേരളം എന്ന് പറയുന്നത് 45 ഡിഗ്രി ഈസ്റ്റിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ കേരളത്തിൻ്റെ സമയം 9 AM ആണ്. പക്ഷേ നമ്മൾ ഇന്ത്യയുടെ മാപ്പ് നോക്കുന്ന സമയത്ത് ഇന്ത്യയുടെ മാപ്പ് എങ്ങനെയാണ്, അപ്പോൾ ഇവിടെയാണ് 45 ഡിഗ്രിയുടെ ലൈൻ വരുന്നത് വിചാരിക്കുക. ഒരു എക്സാമ്പിളാണ്. അപ്പോൾ കുറച്ച് അപ്പുറത്തുള്ളതൊക്കെ 47 ഡിഗ്രി ഭാഗത്തായിട്ട് നമ്മുടെ വെസ്റ്റ് ബംഗാളിൻ്റെ ലൈൻ എന്ന് പറയുന്നത് 49 ഡിഗ്രിയാണ് വിചാരിക്കട്ടോ. ഒരു എക്സാമ്പിളാണ്. 49 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ 45 ഡിഗ്രിയിൽ എത്രയാണ്, 9 മണിയാണ്. അപ്പോൾ 46 ഡിഗ്രി ആകുമ്പോൾ 9:04 ആയി, 47 ആകുമ്പോൾ 9:08 ആയി, 48 ആവുന്ന സമയത്ത് 9:12 ആയി, 49 ആകുമ്പോൾ 9:13
16 9:16 അപ്പോൾ ഇവിടുത്തെ സമയം എത്രയായിരിക്കും? ഇവിടെ 9 മണിയാകുമ്പോൾ 9:16. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു എക്സാം എഴുതാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് ട്രെയിനിൽ എന്തിനേയും പോവുക അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളെന്തുണ്ടാവും സമയത്തിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമ്മളവിടെ എത്തുന്ന എന്തായിട്ടാവും? ലേറ്റ് ആയിട്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് മറികടക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാഷ്ട്രത്തിൻ്റെ മിഡിലൂടെ പോകുന്ന അഥവാ മധ്യത്തിലൂടെ പോകുന്ന ലൈൻ ഏതാണോ, രേഖാംശ രേഖ ഏതാണോ, അതിലെ സമയമാണ് നമ്മൾ എന്ത് ചെയ്യുക? രാഷ്ട്രത്ത് മൊത്തം സമയമായിട്ട് പരിഗണിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 45 മുതൽ 49 വരെ ഇന്ത്യയിലൂടെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മിഡിലൂടെ പോകുന്ന ഏതാണ്? 47 ആണ് അല്ലേ? 45, 46, 47, 48, 49. അതിൽ മിഡിലൂടെ പോകുന്ന ഏതാ? 47 ആണ്. അപ്പോൾ ആ സമയം എത്രയാണ്? 9:08. ഈ സമയമാണ് ഇന്ത്യ രാജ്യത്ത് മുഴുവനായിട്ട് സമയമായിട്ട് എന്ത് ചെയ്യുക? നമ്മൾ പരിഗണിക്കുക. അഥവാ 47 ഡിഗ്രിയിലെ സമയമാണ് മുഴുവനായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതിനെ വിളിക്കുന്നവരാണ് സ്റ്റാൻഡേർഡ് ടൈം. എന്താ വിളിക്കുക? സ്റ്റാൻഡേർഡ് ടൈം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. രാഷ്ട്രത്ത് വ്യത്യസ്തമായ രേഖാംശ രേഖകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തിനെയും സമയത്തിൽ എന്തുണ്ടാവും? വ്യത്യാസമുണ്ടാവും. അപ്പോൾ ആ സമയ വ്യത്യാസം മറികടക്കാനായിട്ട് രാഷ്ട്രത്തിൻ്റെ മിഡിലൂടെ പോകുന്ന, മധ്യത്തിലൂടെ പോകുന്ന ലൈനാണ് നമ്മൾ എന്ത് ചെയ്യുക? പരിഗണിക്കുക. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ടൈം. എന്താ വിളിക്കുക? സ്റ്റാൻഡേർഡ് ടൈം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ റഷ്യ പോലുള്ള രാജ്യങ്ങൾ വലിയ രാജ്യങ്ങളാണ്. റഷ്യ, കാനഡ പോലുള്ള രാജ്യങ്ങൾ വലിയ രാജ്യങ്ങളാണ്. അപ്പോൾ ചിലപ്പോൾ അവിടെ മിഡിലുള്ള ഒരു ലൈൻ എടുത്താൽ പോലും നന്നായിക്കൊള്ളണമെന്നില്ലേ, ചിലപ്പോൾ സമയം അക്യുറേറ്റ് ആവില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവർ മിഡിലുള്ള 2 ലൈൻ എടുക്കും. 2 ലൈൻ എടുത്തിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അതും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? പിന്നെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, IST എന്ന് പറയും. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എത്രയാണെന്നാ? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എത്രയാണെന്നാ? അപ്പോൾ മനസ്സിലാക്കേണ്ട സംഭവം 68 ഡിഗ്രി മുതൽ ഏകദേശം 97 ഡിഗ്രി വരെയുള്ള സാധനങ്ങൾ ലൈൻ ഈ കൂടെ കടന്നു പോകുന്നുണ്ട്, ഇന്ത്യയിലൂടെ കടന്നു പോകുന്നുണ്ട്. 68 മുതൽ 97 വരെയുള്ള ഡിഗ്രി ലൈനുകൾ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ മിഡിൽ കാണും. അതിൻ്റെ മിഡിൽ എന്ന് പറയുമ്പോൾ എത്ര വരും? ഏകദേശം 68 + 97 / 2 വരും. അപ്പോൾ എത്ര വരും? ഏകദേശം 82.5 ഡിഗ്രിയാണ്, അല്ലെങ്കിൽ 82.5 ആണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. 82.5 ആയിരിക്കും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, അഥവാ 82.5 ലൈനിലൂടെയുള്ള സമയമായിരിക്കും ഇന്ത്യയിലെ മുഴുവൻ സമയമായിട്ട് നമ്മൾ ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നതാണ് 82.5 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ സമ്മറൈസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ലോക്കൽ ടൈം എന്താണെന്ന് പഠിച്ചു. നമ്മൾ സൂര്യൻ്റെ പൊസിഷൻ മനസ്സിലാക്കിയിട്ട് സൂര്യൻ്റെ നിഴലിനെ അടിസ്ഥാനമാക്കിയിട്ട് സമയം നിർണ്ണയിക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് ലോക്കൽ ടൈം അഥവാ പ്രാദേശിക സമയം എന്ന് പറയുന്നത്. പിന്നെ മനസ്സിലാക്കിയ ഗ്രീൻവിച്ച് സമയം അല്ലെങ്കിൽ ഗ്രീൻവിച്ച് രേഖ എന്താണെന്ന് മനസ്സിലാക്കി. 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡിനെ വിളിച്ച പേരാണ് ഗ്രീൻവിച്ച് രേഖ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ രേഖാംശ രേഖയാണ് ഗ്രീൻവിച്ച് രേഖ എന്ന് പറഞ്ഞു. നമ്മുടെ ഭൂമിയുടെ മധ്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ ഗ്രീൻവിച്ചിലൂടെ കടന്നു പോകുന്നതിനാലാണ് ആ രേഖയെ ഗ്രീൻവിച്ച് രേഖ എന്ന് വിളിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. പിന്നെ ഗ്രീൻവിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്ത് എല്ലായിടത്തും സമയം നിർണ്ണയിക്കുന്നതെന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ ഈസ്റ്റിലേക്ക് പോകുന്നതോറും ഗ്രീൻവിച്ച് രേഖയുടെ സമയം കൂടിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ വെസ്റ്റിലേക്ക് പോകുന്നതോറും സമയം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ഒരു കോൺസെപ്റ്റാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടതായിട്ട് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആലോചിക്കുക. പിന്നെ സമയമേഖലകളിൽ വ്യത്യാസം ഉണ്ടാവും. ആ ഗ്രീൻവിച്ച് രേഖയെ അടിസ്ഥാനമാക്കി 24 സമയമേഖലകളാക്കി ലോകത്തെ തിരിച്ചിട്ടുണ്ട് എന്നുള്ള കോൺസെപ്റ്റും കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? മനസ്സിലാക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊള്ളുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നെ പറഞ്ഞ സാധനമാണ് സ്റ്റാൻഡേർഡ് ടൈം. എന്താണ് സ്റ്റാൻഡേർഡ് ടൈം എന്ന് വെച്ചാൽ? ഒരു രാജ്യത്ത് കൂടെ വ്യത്യസ്തമായ രേഖാംശ രേഖകൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ മധ്യത്തിലൂടെയുള്ള രേഖാംശ രേഖയാണ് മൊത്തം സമയമായിട്ട് കണക്കാക്കുന്നത്. അതിന് വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് സമയം. പിന്നെ പറഞ്ഞു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എത്രയാണെന്ന് പറഞ്ഞു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം 67 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഉള്ളത്. അപ്പോൾ അതിൻ്റെ മിഡ് പോയിന്റ് ആയിട്ട് ഏകദേശം 82.5 ഡിഗ്രിയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക എന്ന് കൂടെ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? അടുത്ത് ഒരു കോൺസെപ്റ്റാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്കരേഖ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 16 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബോക്സ് കാണാൻ സാധിക്കും ഇന്റർനാഷണൽ ഡേറ്റ് ലൈനെ കുറിച്ച്. പേജ് നമ്പർ 16. അപ്പോൾ നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് പ്രകാരം നമ്മൾ പറഞ്ഞു ഈസ്റ്റിലേക്ക് പോകുന്തോറും സമയം കൂടിക്കൊണ്ടേയിരിക്കും, അഥവാ കിഴക്കോട്ട് പോകുന്തോറും സമയം കൂടിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ വെസ്റ്റിലേക്ക് പോകുന്തോറും സമയം കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ബേസിക് കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ബോക്സിൽ നിങ്ങൾ കാണാൻ പറ്റും. അതുപോലെ നമ്മൾ പറഞ്ഞ മറ്റൊന്നാണ് ഓരോ 15 ഡിഗ്രി തിരിയും തോറും 1 മണിക്കൂറിലാണ് വ്യത്യാസം ഉണ്ടായിരിക്കുക അല്ലേ? 15 ഡിഗ്രി തിരിയുമ്പോൾ 1 മണിക്കൂർ. ഈസ്റ്റിലേക്കാണെങ്കിൽ 15 ഡിഗ്രി തിരിയുമ്പോൾ 1 മണിക്കൂർ കൂടും. വീണ്ടും 15 ഡിഗ്രി കൂടി. 30 ഡിഗ്രി ആവുന്ന സമയത്ത് 2 മണിക്കൂർ വർദ്ധിച്ചു. 45 ഡിഗ്രി ആവുന്ന സമയത്ത് 3 മണിക്കൂറായി. അപ്പം നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് പ്രകാരം ഓരോ 15 ഡിഗ്രി കഴിയും തോറും
1 മണിക്കൂർ ഡിഫറൻസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ബോക്സ് നോക്കുന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് ടൈം അറ്റ് ഗ്രീൻവിച്ച് ഫ്രൈഡേ 10 AM എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച 10 മണി അല്ലെ രാവിലെ 10 മണിയാണ് ഗ്രീൻവിച്ച് രേഖയിലെ സമയം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മളോട് ലോങ്ങിറ്റ്യൂഡിലെ സമയം നോക്കുകയാണ്. 15 ഡിഗ്രിയിലെ സമയം എത്രയായിരിക്കും? വെസ്റ്റിലെ സമയമാണ് അല്ലേ. അപ്പോൾ സമയം എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ 10 AM ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സമയം എത്രയായിരിക്കും? ഫ്രൈഡേ 9 AM ആയിരിക്കും അല്ലേ. അതിനും കഴിഞ്ഞ് 35 ഡിഗ്രി ആവുന്ന സമയത്ത് എത്രയായി? 8 AM ആയി. 45 ഡിഗ്രി ആവുമ്പോൾ 7 AM ആയി. 60 ഡിഗ്രി ആവുമ്പോൾ 6 AM ആയി. 75 ഡിഗ്രി ആവുമ്പോൾ 5 AM ആയി. അങ്ങനെ പോന്ന് അവസാനം നിങ്ങൾക്ക് കാണാം 180 ഡിഗ്രി അഥവാ 180 ഡിഗ്രി എന്ന് കാണാം. അപ്പോൾ 180 ഡിഗ്രി ആവുന്ന സമയത്തുള്ള സമയം എത്രയാകും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്തിട്ട് നോക്കാം. 15 ഡിഗ്രി 15 ഡിഗ്രി എത്രയാണ്? ഫ്രൈഡേ ആണ്. ഫ്രൈഡേ 9 AM ആണ്. 15 ഡിഗ്രിയിൽ ഫ്രൈഡേ എത്ര AM ആണ്? 9 AM ആണ് അല്ലേ. അപ്പോൾ 30 ഡിഗ്രി ആവുന്ന സമയത്ത് എത്രയാണ്? ഫ്രൈഡേ തന്നെയാണ്. എത്ര AM ആയി? 8 AM ആയി മാറി. 45 ഡിഗ്രി ആവുന്ന സമയത്ത് ഫ്രൈഡേ 7 AM ആയി മാറി അല്ലേ. അതുപോലെ തന്നെ 60 ഡിഗ്രി ആവുന്ന സമയത്ത് ഫ്രൈഡേ 6 AM. 75 ഡിഗ്രി ആവുന്ന സമയത്ത് ഫ്രൈഡേ 5 AM. 90 ഫ്രൈഡേ 4 AM. 105 ഫ്രൈഡേ 3 AM. 120 ഫ്രൈഡേ എത്രയാവും? 3 കഴിഞ്ഞ് 2 AM. അത് കഴിഞ്ഞ് 135 ഡിഗ്രി ഫ്രൈഡേ 1 AM. 150 ഡിഗ്രി ഫ്രൈഡേ എന്ന് പറയുമ്പോൾ 12 AM. 12 AM ഫ്രൈഡേ ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കട്ടോ, ഏതാ സമയം എന്നുള്ളത്. പിന്നെ 165 ഡിഗ്രി ആവുന്ന സമയത്ത് എന്തായി മാറി? ഫ്രൈഡേ എന്നുള്ളത് കുറഞ്ഞിട്ട് എന്തായി മാറും? തേഴ്സ്ഡേ എന്നുള്ള രീതിയിലേക്ക് സമയം എന്ത് ചെയ്യും? മാറൂലേ. സമയം കുറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ തേഴ്സ്ഡേയിലേക്ക് മാറും. തേഴ്സ്ഡേ എത്രയായിരിക്കും സമയം? 11 PM ആകും. 180 ഡിഗ്രി ആവുന്ന സമയത്ത് എത്രയാവും? തേഴ്സ്ഡേ 10 PM ആകും അല്ലേ. ഇപ്പോൾ നമ്മൾ എന്തിലെ കേസാണ് നോക്കുന്നത്? വെസ്റ്റിലേക്ക് നോക്കുകയാണ് അല്ലേ. വെസ്റ്റിലെ കേസ് നോക്കുന്ന സമയത്ത് ഓരോ ഡിഗ്രി മാറുന്നതിനനുസരിച്ച് സമയം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം 15 ഡിഗ്രിയിലെ സമയം എന്ന് പറയുന്നത് 9 AM ആയിരുന്നു. എത്രയായിരുന്നു? 9 AM ആയിരുന്നു. പക്ഷെ പിന്നീട് ഓരോ ഡിഗ്രി കഴിയും തോറും അല്ലെങ്കിൽ ഓരോ ഡിഗ്രി കൂടും തോറും സമയം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തു? മനസ്സിലാക്കി അല്ലേ. 15 ഡിഗ്രിയിൽ 9 AM ആകുമ്പോൾ 30 ഡിഗ്രിയിൽ 8 AM ആയി. അങ്ങനെ പോന്ന് അവസാനം 180 ഡിഗ്രി എത്തിയപ്പോഴേക്ക് സമയം എത്രയായി മാറി? 10 PM. ഏത് ദിവസമായി? വ്യാഴാഴ്ച അല്ലെ. ഫ്രൈഡേ ആയിരുന്നു നമ്മൾ നോക്കിയ സമയത്ത്, വെള്ളിയാഴ്ച ഉള്ള സ്ഥലത്തെ സമയം. പക്ഷേ അതേ സമയത്ത് 180 ഡിഗ്രിയിലുള്ള സ്ഥലത്തെ സമയം എത്രയായി? 10 PM ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻവിച്ച് രേഖ. അപ്പോൾ ഇതാണ് ഗ്രീൻവിച്ച് ഇത് നമ്മൾ ഇക്വേറ്റർ അല്ലേ. അപ്പോൾ നമ്മൾ ഗ്രീൻവിച്ച് രേഖയിലെ സമയം നോക്കുക. അപ്പോൾ ഗ്രീൻവിച്ച് രേഖ, ഇത് ഗ്രീൻവിച്ച് രേഖയാണ്. GMT ഗ്രീൻവിച്ച് രേഖ അല്ലേ, നമ്മൾ ഇക്വേറ്റർ. അപ്പോൾ ഗ്രീൻവിച്ച് രേഖയിലെ സമയം എന്ന് പറയുന്നത് 8 AM ആണ്. ഫ്രൈഡേ ആണ്. പിന്നെ 15 ഡിഗ്രി ഈസ്റ്റിലെ സമയം എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ പറഞ്ഞു ഇവിടെ 10 AM ആണ്. ഇവിടെ എത്ര സമയം? 15 ഡിഗ്രി 9 AM ആണ്. ബാക്കി ഇവിടെ 180 ഡിഗ്രിയുള്ള ഈ സ്ഥലത്തെ സമയം എന്ന് പറയുന്നത് എത്രയായിട്ട് മാറിയിട്ടുണ്ടാവും? 150 ഡിഗ്രിയുള്ള സ്ഥലത്തെ സമയം എന്ന് പറയുന്നത് എത്രയായി? 10 PM ആണ്. ഇവിടെ 9 AM എന്താണ്? ഫ്രൈഡേ എന്നുള്ളത് 180 ഡിഗ്രി ഇപ്പുറത്തുള്ള രാജ്യത്തിലെ സമയം എന്ന് പറയുന്നത് 10 PM ആണ്. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ വ്യത്യാസം ഉണ്ടായി. ഒരു ദിവസത്തിൻ്റെ വ്യത്യാസം ഇവിടെയും നമ്മൾ എന്തുണ്ട്? ഒരു ഡേയുടെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതേ സാധനം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഈസ്റ്റിലേക്ക് നോക്കുക. ഈസ്റ്റിലേക്കുള്ള അവസ്ഥ എന്താണെന്ന് നോക്കുക. അപ്പോൾ ഈസ്റ്റിലേക്ക് നോക്കുന്ന സമയത്ത് 15 ഡിഗ്രിയിൽ എന്താണ്? ഫ്രൈഡേ 11 AM ആണ് അല്ലേ. പിന്നെ 30 ഡിഗ്രി ആവുന്ന സമയത്ത് എന്തായി മാറി? ഫ്രൈഡേ 12 noon അല്ലേ. പിന്നീട് 45 ഡിഗ്രി ആവുമ്പോൾ ഫ്രൈഡേ 1 PM. 60 ആകുമ്പോൾ ഫ്രൈഡേ 2 PM. 75 ആകുമ്പോൾ ഫ്രൈഡേ 3 PM. അങ്ങനെ പോന്ന് അവസാനം നമുക്ക് കാണാൻ പറ്റും 180 ഡിഗ്രി ആകുന്ന 180 ഡിഗ്രി ആവുന്ന സമയത്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 PM. 10 PM എപ്പോഴായിരിക്കും? ഫ്രൈഡേ ആയിരിക്കും. 10 PM ഫ്രൈഡേ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് മനസ്സിലായല്ലോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 180 ഡിഗ്രിയുള്ള ഒരു സ്ഥലത്തിൻ്റെ സമയം എന്ന് പറയുന്നത് എത്രയായിരിക്കും?
ഇവിടെ ഈസ്റ്റിലേക്ക് പോകുന്തോറും സമയം എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കും. വെസ്റ്റിലേക്ക് പോകുന്തോറും സമയം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈസ്റ്റിൽ എന്ന് പറയുന്നത് അതേ സമയത്ത് 10 മണി വെള്ളിയാഴ്ച ആകുന്ന സമയത്ത് മറ്റേ വെസ്റ്റേൺ സൈഡിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും, വ്യാഴാഴ്ച 10 മണിയാവും. അപ്പോൾ 180 ഡിഗ്രിയുള്ള ഒരു പെർട്ടിക്കുലർ പ്ലേസിലെ സമയം എന്ന് പറയുന്നത് ഈ പ്രകാരം നമ്മൾ നോക്കുന്ന സമയത്ത് ഒരേ സ്ഥലത്തിന് എന്ത് കാണാൻ പറ്റും, 2 വ്യത്യസ്തമായ സമയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2 വ്യത്യസ്തമായ സമയമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് മറികടക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയേ പറഞ്ഞുള്ളൂ. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വസ്തുത എന്ന് പറയുന്നത് 180 ഡിഗ്രി അപ്പുറത്തുള്ള ഒരു പ്രദേശം അല്ലേ, നമ്മുടെ ഗ്രീൻവിച്ച് രേഖയിൽ നിന്നും അപ്പുറത്തേക്ക് 180 ഡിഗ്രിയുള്ള ഒരു പ്രദേശം. ആ പ്രദേശത്തേക്ക് നമ്മൾ ഈസ്റ്റേൺ സൈഡിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, 10 PM ഫ്രൈഡേ ആയിരിക്കും. അതേ സമയത്ത് നമ്മൾ വെസ്റ്റേൺ സൈഡിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടുത്തെ സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, 10 PM തേഴ്സ്ഡേ ആയിരിക്കും, വ്യാഴാഴ്ചയായിരിക്കും. അപ്പോൾ ഒരു പ്രദേശത്തിന്, ഒരു പെർട്ടിക്കുലർ പ്ലേസിന് 2 വ്യത്യസ്തമായ സമയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുന്ന സമയത്ത് പേജ് നമ്പർ 17 നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും, ഒരു ഫിഗർ 1.10 കാണാൻ പറ്റും. നിങ്ങൾക്ക് 2 സാധനങ്ങൾ കാണാൻ പറ്റും, 2 പിക്ചർ കാണാൻ പറ്റും. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഒരു കരഭാഗമാണ് ഇരിക്കുക, ഇപ്പുറത്ത് വേറെയും ഒരു കരഭാഗം വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ നിങ്ങൾ ടെക്സ്റ്റിൽ കണ്ടാൽ കറക്റ്റ് മനസ്സിലാവും. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ നമ്മൾ രേഖ വരയ്ക്കുക അല്ലെങ്കിൽ രേഖാംശ രേഖ വരയ്ക്കുക നേരെ ഉണ്ടാവും അല്ലേ. പക്ഷേ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ രേഖ നേരെയല്ല വരയ്ക്കുക, പകരം എന്തെന്ന് വെച്ചാൽ കരഭാഗത്തെ ഒഴിവാക്കിയിട്ട്, ആ രേഖാംശ രേഖ കരഭാഗത്തെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യും, സമുദ്രത്തിലൂടെ ബെറിങ് കടലിടുക്കിൻ്റെ ഉള്ളിലൂടെയാണ് എന്ത് ചെയ്യുക, വരയ്ക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കരഭാഗത്ത് ഒഴിവാക്കി സമുദ്രത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യും, രേഖ വരയ്ക്കും. സമുദ്രത്തിലൂടെയാണ് നമ്മളുടെ ആ രേഖ അഥവാ നമ്മളുടെ രേഖാംശ രേഖ കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ സമയത്തിന് വ്യത്യാസമില്ല, പ്രശ്നമില്ല, കാരണം അതിലൂടെ എന്തില്ല, രേഖാംശ രേഖ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സമുദ്രത്തിലൂടെ വരയ്ക്കുന്ന ഈ രേഖയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അഥവാ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും, ഒരു ഭാഗത്ത് സെർബിയയാണ് അല്ലേ, സെർബിയ, മറ്റു ഭാഗത്തുള്ള സ്ഥലം എന്ന് പറയുന്നത് അലാസ്കയാണ്. സെർബിയ ഉണ്ട്, അലാസ്കയുണ്ട്. അപ്പോൾ ശരിക്കും ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. നേരെ അതിലൊരു എ എന്ന് പറയുന്ന ഒരു സാധനം കാണാൻ പറ്റും, ടെക്സ്റ്റിൽ കാണാം, ഒരു എ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും, എ എന്ന് പറയുന്ന പാർട്ടിൽ. അപ്പോൾ അവിടെ 2 സമയം കാണാം, ഒന്ന് 10 PM ഫ്രൈഡേയും കാണാം, മറ്റൊന്ന് 10 PM തേഴ്സ്ഡേയും കാണാം. അപ്പോൾ ഒരേ സ്ഥലത്തുള്ള സമയം 2 എണ്ണമായിട്ട് മാറും. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടി നിങ്ങൾ ഒരു ഡോട്ട് ഇട്ടിട്ട് ലൈൻ വരച്ച് കാണാൻ പറ്റും, ഒരു ഡോട്ട് ഇട്ടിട്ട് ലൈൻ വരച്ചത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നേരെ സമയം പോകുന്നതിന് പകരം എന്ത് ചെയ്യും, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, ആ സാധനം വരയ്ക്കണം. അപ്പോൾ കടലിടുക്കിലൂടെയാണ് നമ്മൾ, അല്ലെങ്കിൽ കടലിലൂടെയാണ് ആ രേഖ കടന്നു പോകുന്നത്. അപ്പോൾ കടലിൽ ആൾത്താമസമില്ലല്ലോ, അപ്പോൾ കടലിൽ ആൾത്താമസം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ സമയത്തിനുള്ള പ്രസക്തിയും കാര്യങ്ങളൊന്നുമില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരേ സമയം ഒരു പ്രദേശത്ത് 2 വ്യത്യസ്തമായ സമയം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കടലിലൂടെ ആ രേഖാംശ രേഖ വരയ്ക്കുകയാണ്. അപ്പോൾ അതിന് വിളിക്കുന്ന പേരാണെന്ത്, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ സമുദ്രയാത്ര നടത്തുന്ന ആളുകൾ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത്, സമുദ്രയാത്ര നടത്തുന്ന ആൾക്കാർ ഇപ്പോൾ വെസ്റ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ ഒരു ഡേ കുറച്ച് വെക്കും. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ കപ്പലിലുള്ള ആൾക്കാർ എന്താണ്, വെസ്റ്റിലേക്കാണ് പോകുന്നത്, പടിഞ്ഞാറേക്ക് കപ്പലിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ കഴിഞ്ഞാൽ അവർ ഒരു ഡേ എന്ത് ചെയ്യും, കുറച്ച് വെക്കും. ഇപ്പോൾ ഫ്രൈഡേ ആണ് അവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്തൊക്കെ എന്താവും, തേഴ്സ്ഡേ എന്ന രീതിയിലേക്ക് അവർ മനസ്സിലാക്കും. അതുപോലെ തന്നെ ഇങ്ങോട്ട് ഇപ്പോൾ ഈ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവരൊരു ഡേയും കൂട്ടിയും വെക്കും. ഓക്കെ, ഇതാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. നിങ്ങളൊരു ഫിലിം ഉണ്ട്, നമ്മളുടെ ജാക്കി ചാൻ അഭിനയിച്ച അറൗണ്ട് ദി വേൾഡ് വിത്തിൻ 80 ഡേയ്സോ സംതിങ്, അങ്ങനത്തെ ഒരു ഫിലിം ഉണ്ട്. അപ്പോൾ ആ ഫിലിമിൽ കണ്ടാൽ കറക്റ്റ് മനസ്സിലാവും ഇതിൻ്റെ ഒരു സാധനം. ഒരു 80 ദിവസം കൊണ്ട് ഭൂമി മുഴുവൻ ചുറ്റി വരുന്ന ഒരു ഫിലിമാണ് ജാക്കി ചാൻ. അപ്പോൾ അവസാനം ജാക്കി ചാൻ വെസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് ജാക്കി ചാൻ 81ാമത്തെ ദിവസം കണ്ട് എത്തുന്നതെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിൻ്റെ സാധനം ഉള്ളതുകൊണ്ട് ജാക്കി ചാൻ 80ാമത്തെ ദിവസം തന്നെ എത്തി എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഫിലിമിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ട കോൺസെപ്റ്റുകളെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഈ ചാപ്റ്റർ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം. പ്രധാനമായിട്ടും നമ്മൾ 2 കോൺസെപ്റ്റുകളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഒന്നാമത്തെ എന്തുകൊണ്ടാണ് ഡിഫറെൻറ്റ് ക്ലൈമറ്റ് ഭൂമിയിൽ ഉണ്ടാകുന്നത്, രണ്ടാമത്തെ എന്തുകൊണ്ടാണ് ഡിഫറെൻറ്റ് ടൈം ഭൂമിയിൽ കാണപ്പെടുന്നത്. ഈ 2 കോൺസെപ്റ്റാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ ഉണ്ട്, ടിൽറ്റ് ഓഫ് ദി ആക്സിസ് ഉണ്ട്, റൊട്ടേഷൻ ഓഫ് ദി എർത്ത് ഉണ്ട്, റെവല്യൂഷൻ ഓഫ് ദി എർത്ത് ഉണ്ട്. അപ്പോൾ ഈ 4 കോൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ വ്യത്യസ്തമായ സീസൺ പഠിച്ചു, ഓട്ടം, വിൻ്റർ, സമ്മർ. അതുപോലെ തന്നെ
സീസൺസ് പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഇക്നോക്സസ് പഠിച്ചു, സമ്മർ സോൾസ്റ്റൈസ് പഠിച്ചു, വിൻ്റർ സോൾസ്റ്റൈസ് പഠിച്ചു, ഗ്രീഷ്മായനാന്ത ദിനം, ശൈത്യായനാന്ത ദിനം, വിഷുവങ്ങൾ, ഈ കോൺസെപ്റ്റൊക്കെ പഠിച്ചു കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് സമയം എന്താണെന്ന് പഠിച്ചു, ലോക്കൽ ടൈം എന്താണെന്ന് പഠിച്ചു, ഗ്രീൻവിഷ് ടൈം എന്താണെന്ന് പഠിച്ചു, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു. ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഇത്രയും പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും. ആ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഒരു ഡിഗ്രി തിരിയുമ്പോൾ 4 മിനിറ്റ് വ്യത്യാസം ഉണ്ടാവും എന്നുള്ളൊരു കോമൺ ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കുക. ഈസ്റ്റിലേക്ക് പോകുന്തോറും സമയം കൂടുമെന്നും വെസ്റ്റിലേക്ക് പോകുന്തോറും സമയം കുറയും എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ.